ഈ വെള്ളാപ്പള്ളി നടേശൻ എക്കാലത്തിന് മുമ്പേ പുറത്തു പോകേണ്ടതാണ്. ആ പുറത്തു പോകാതിരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ശ്രീ ജി സുധാകരൻ കൂടി ഉൾപ്പെട്ട സംഘമാണ്. ഓരോ കാലാകാലങ്ങൾ 2013 കമ്പനി നിയമത്തിലെ എല്ലാ വകുപ്പുകളും ഈ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് ബാധകമാണെന്ന് പറയും. അപ്പോൾ എന്ത് പറ്റി? അപ്പോഴാണ് ഡിൻ മാൻഡേറ്ററി ആയി. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ വാർഷിക സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൊടുത്തില്ലെങ്കിൽ അയോഗ്യരാകും. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കടന്നു വരുന്നത് ഈ 2019 വിധിയോടുകൂടിയാണ്. അതിന്റെ രസകരമായ കാര്യം, ഇത് വെള്ളാപ്പള്ളി ചോദിച്ചു വാങ്ങിച്ചൊരു വിധിയാണ്. അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചത് അതിബുദ്ധിക്ക് പോയതാ. അത് കാരണമുണ്ട്. ഈ ഒരുമിച്ച് വാദം കേൾക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ചും കായികമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്ന വെള്ളാപ്പള്ളി ആളുകൾ അദ്ദേഹം നോക്കുമ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് മുണ്ട് നോക്കി മുകളിൽ ഒന്ന് ആലോചിച്ചു. വെള്ളാപ്പള്ളി 2 ഡിന്നുണ്ട്. അത് നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധം. അത് ക്രിമിനൽ കേസാ, ക്രിമിനൽ ഒഫൻസാ. പുള്ളി ഏത് കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നാലും ഒറ്റ ഡിന്നല്ലേ പാടും? ഒറ്റ ഡിന്നേ പറ്റും. ഒരാൾക്ക് ഒരു ഡിന്നേ ഒറ്റ ഡിന്നേ. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വീട്ടുപേര് വെള്ളാപ്പള്ളി നടേശൻ്റെതല്ല. അദ്ദേഹം കടമെടുത്തതാ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി. ആ ചരിത്രത്തിലേക്ക് പോയാൽ വഞ്ചനയുടെ ഒരു ചരിത്രം അവിടെ ഉണ്ട്. മുന്നോട്ട് പോകും. വെള്ളാപ്പള്ളി നടേശൻ എന്താ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഈ സമുദായത്തിന് എന്തെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യം ഒരാൾ ഭംഗിയായി ചൂണ്ടിക്കാണിച്ചാൽ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും. ഒരൊറ്റ കാര്യം പറഞ്ഞു, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ച് തട്ടിക്കളയുന്നു. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇതിനെ വിധിയും വന്നേ. അതെ, എൻ്റെ വീട്ടിൽ വന്നിട്ട് റീത്ത് വെച്ച് പറഞ്ഞ വാക്കെന്തതല്ലേ? 2 അഭിഭാഷകരുണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ മുദ്രാവാക്യം വെള്ളാപ്പള്ളി നടേശനും മകനെതിരായി കേസ് കൊടുക്കുകയോ അവർക്കെതിരായിട്ട് വക്കാലത്തെടുക്കുകയോ ചെയ്താൽ കയ്യും കാലും വെട്ടി കൊന്നുകളയും. നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിധി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ഈ വിധിയിലേക്ക് നയിച്ച കേസുകളും വ്യവഹാരങ്ങളും എല്ലാം നടത്തിയത് SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനനാണ്. ഈ കേസ് സംബന്ധിച്ചും ഈ കേസിൻ്റെ വിധി സംബന്ധിച്ചും പറയുന്നതിനായിട്ട് ശ്രീ എസ് ചന്ദ്രസേനൻ ഇന്ന് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം സർ. നമസ്കാരം. ഇന്നിപ്പോൾ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിട്ടുണ്ട്. നിലവിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അല്ല. മുൻ പരിചയം വെച്ചിട്ടാവാം, അല്ലെങ്കിൽ വോട്ടർ എന്നുള്ള നിലയിലാവാം. പക്ഷേ ഈ സന്ദർശനത്തിന് പിന്നിൽ മുൻപ് ചെയ്തു കൊടുത്ത ചില ഉപകാരങ്ങളുടെ ഒരു നന്ദി തിരികെ പ്രതീക്ഷിച്ചുകൊണ്ടാവുമോ ഇന്നിപ്പോൾ സുധാകരൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ളതും ഞാനത് ഒരാളിനെ ചെറുതാക്കി കാണുകയോ മറ്റൊന്നുമല്ല. ആ സന്ദർശനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അദ്ദേഹം ജി സുധാകരൻ ഒരു അഴിമതിക്കാരനാണെന്ന് ആരും പറയില്ല, ഞാനും പറയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് ഫണ്ട് വേണം. ഒരു പക്ഷേ അതിനുവേണ്ടി ആയിരിക്കാം അദ്ദേഹം പോയതെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷേ അത് അദ്ദേഹത്തിന് വളരെ ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ശ്രീ ജി സുധാകരനോട് വളരെ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുമുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു ഏറ്റവും വലിയ തെറ്റ് ഈ സമൂഹത്തിനോട് SNDP യോഗത്തിനോടും ശ്രീനാരായണീയനോടും ചെയ്ത ഏറ്റവും വലിയ ഒരു വഞ്ചനയെന്ന് തന്നെ പറയാം. ഈ വെള്ളാപ്പള്ളി നടേശൻ എക്കാലത്തിന് മുമ്പേ പുറത്തു പോകേണ്ടതാണ്. ആ പുറത്തു പോകാതിരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ശ്രീ ജി സുധാകരൻ കൂടി ഉൾപ്പെട്ട സംഘമാണ്. അദ്ദേഹം രജിസ്ട്രേഷൻ മന്ത്രി രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പുറത്ത് യാതൊരു നടപടിയെടുത്തില്ല. ആ നടപടി എടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. അല്ല, അന്ന് ഈ രജിസ്ട്രേഷൻ IG-ക്ക് സുധാകരൻ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അത് രജിസ്ട്രേഷൻ IG-ക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ വാസവനാണ്. ഇദ്ദേഹം സംരക്ഷിക്കാൻ നിന്നു എന്നുള്ളതാണ്. ആദ്യ കാലങ്ങളിൽ ഇദ്ദേഹം നിന്നു. അല്ല, ഇതിപ്പോൾ ഒരു ക്വാസി ജുഡീഷ്യൽ പവർ അല്ലേ ഈ IG രജിസ്ട്രേഷൻ ഉള്ളത്? അപ്പോൾ അങ്ങനെ ഒരു മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാനുള്ള അധികാരമുണ്ടോ? ഇത് IG രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനിയുടെ രജിസ്ട്രാറും കൂടെ. അതെ. ഈ നോൺ ട്രേഡിംഗ് കമ്പനിയുടെ രജിസ്ട്രാറായിരിക്കുന്ന ആൾക്ക്
ആ ഒരു ഉത്തരവ്, അതായത് ഡയറക്ഷൻ മറ്റ് കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതല്ലാതെ അവരുടെ ഭരണപരമായ മറ്റ് കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായി ഇവർ അവിടെ അവർക്ക് എക്സംഷൻ കൊടുക്കുന്നതിനും അവിടെ ഈ പറയുന്ന കണക്കും അതിൻ്റെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റും റിട്ടേൺസും സെക്ഷൻ 92 പ്രകാരം കൊടുക്കണം, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 137 പ്രകാരം കൊടുക്കണം. ഇതൊക്കെ മാൻഡേറ്ററി പ്രൊവിഷൻസാണ്. ഈ മാൻഡേറ്ററി പ്രൊവിഷൻസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുന്ന ഒരു കമ്പനിക്കെതിരായി നടപടിയെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പറയുന്ന രജിസ്ട്രാർക്കാണ്. അതിന് അവർ നടപടി എടുക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ പരാതിക്കാർ ചെല്ലുക, ഇന്നത് കാര്യമുണ്ട്, നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ പോലും നടപടി എടുക്കാതിരിക്കാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ഞാനത് തുറന്നു പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അത് വലിയ സമ്മർദ്ദം ഈ പറയുന്ന മുകളിൽ നിന്നും മന്ത്രിമാരിൽ നിന്നുണ്ടായി. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഞങ്ങൾ കേസ് വാദം പറഞ്ഞ് നിൽക്കുമ്പോൾ അന്ന് വാക്കാൽ, മന്ത്രിയുടെ വാക്കാൽ നിർദ്ദേശം എന്നൊരു വാക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അത് ഉണ്ടായെന്ന് മാത്രമല്ല, അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ ചെയ്തതിൻ്റെ പ്രകാരം എന്ന് ഒരു വാക്ക് ഈ കത്തിനകത്തുണ്ട്. അത് ഇപ്പോൾ ഈ മന്ത്രിയുടെ ഓഫീസും ഈ രജിസ്ട്രേഷൻ ഐ ഡിയുടെ ഓഫീസും തമ്മിൽ നടന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ അറിയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശന് നിർദ്ദേശപ്രകാരം വെള്ളാപ്പള്ളി നടേശനാണല്ലോ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനകത്ത് വളരെ വിചിത്രമായ ഒരു കാര്യം നടന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1,00,000-ൽ പരം രൂപ പിഴ ഈടാക്കിക്കൊണ്ട് ഈ പറയുന്ന കമ്പനിയുടെ കണക്ക് ഇതുവരെ കൊടുക്കാതിരിക്കുന്നതിന് ഇത്രയും രൂപ പിഴ ഈടാക്കിക്കൊണ്ട് അവരുടെ ഈ അയോഗ്യരാക്കുന്ന ആ ഒരു നീക്കത്തിൽ നിന്ന് അങ്ങ് മാറാം എന്നാണ് അങ്ങനൊരു ഉത്തരവ് IG രജിസ്ട്രേഷൻ പുറപ്പെടുവിച്ചിരുന്നു. അത് ഈ 2014 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നോൺ ട്രേഡിംഗ് കമ്പനിയുടെ കൂടുതൽ സെക്ഷൻസും, കുറച്ച് സെക്ഷനേ ഉള്ളൂ ഈ നോൺ ട്രേഡിംഗ് കമ്പനി നമ്മുടെ കേരള ആക്ടിനകത്ത്, ബാക്കിയുള്ള ഇൻകോർപ്പറേഷൻ. ആ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ കമ്പനി നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന മാറ്റങ്ങളോടനുസരിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ 2013 കമ്പനി നിയമം മൊത്തം റിപ്പീൽ ചെയ്ത് പോയപ്പോൾ പുതിയ കമ്പനി നിയമം വന്നു. ഈ 61 കമ്പനി നിയമമല്ലേ ഈ അത് നിൽക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് സെക്ഷൻസേ ഉള്ളൂ. ബാക്കി സെക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് കമ്പനി നിയമങ്ങളിൽ, കാലാകാലങ്ങളിലുള്ള കമ്പനി നിയമങ്ങളിൽ വരുന്ന അമെൻമെൻ്റ് എല്ലാം ഇതിനകത്ത് ബാധകമാണെന്ന് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 2019 CRP 248/2019 എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തൊരു കേസുണ്ട്. കടകംപള്ളി മനോജ് വാദിയായി. സിവിൽ കേസിൽ നിന്നാണ് അത് ഹൈക്കോടതി വന്നു. കൊല്ലത്ത് OS 77/2019 കൊടുക്കുന്നു. അതിൻ്റെ ആ കേസ് ഞങ്ങൾക്ക് പൊതുയോഗം സ്റ്റേ ചെയ്യുന്നു. അതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ സബ് കോടതി പോകുന്നു. ആ സബ് കോടതി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എതിരായിട്ട് ഹൈക്കോടതി പോകുന്നു. അതിൻ്റെ നമ്പറാണ് CRP 248/2019. അതിനകത്താണ് ഈ പറയുന്ന നിർണായകമായൊരു വിധി ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ വരുന്നത്. അവിടെയാണ് ഈ ഇന്നത്തെ കേസുകളുടെ എല്ലാ വിധിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ CRP 248/2019 അതിനകത്താണ് പറയുന്നത് ഈ ഓരോ കാലാകാലങ്ങൾ 2013 കമ്പനി നിയമത്തിലെ എല്ലാ വകുപ്പുകളും ഈ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് ബാധകമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? അപ്പോഴാണ് ഡിൻ മാൻഡേറ്ററി ആയി. ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ വാർഷിക സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൊടുത്തില്ലെങ്കിൽ അയോഗ്യരാകും. ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കടന്നു വരുന്നത് ഈ 2019 വിധിയോടുകൂടിയാണ്. എൻ്റെ രസകരമായ കാര്യം, ഇത് വെള്ളാപ്പള്ളി ചോദിച്ചു വാങ്ങിച്ചൊരു വിധിയാണ്. അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ച അതിബുദ്ധി. അത് കാരണമുണ്ട്. ഈ 2019 ഞങ്ങൾ കൊടുത്ത കേസിൽ ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ II ജയിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ പിടിവീഴുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇയാൾ അന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി എടുത്തൊരു കുബുദ്ധിയാണ് ഇത് 2013 കമ്പനി നിയമമാണ്, 56 കമ്പനി നിയമത്തിലെ ഉള്ളതല്ല എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പണ്ട് 74 കൊണ്ടുവന്ന് ഈ പറഞ്ഞ ആനുപാതിക കൊണ്ടുവന്ന പോലെ തന്നെ. അപ്പൊ ഈ 2019 വിധിയാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ 2019 വിധി പ്രകാരം പിന്നീട് നമ്മൾ 2020 ഒരു ഹർജി കൊടുത്തു. 2020 ഇതിനെ ചുവട് പിടിച്ചാണ്. അപ്പൊ അവിടെ ഒരാൾ, ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പാഷാണമർക്കിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരിടത്തിൽ ഇന്നത് കാണിക്കും ഇന്ന് കാണിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് ഈ ഇയാളെ അങ്ങ് ഉറപ്പിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറയും 56 കമ്പനി വന്നത്, ഞങ്ങൾ കോടതി ചെല്ലും. അപ്പോൾ വേറൊരിടത്ത് ചെല്ലും പറയും ഇതില്ല 2013 പറയും. അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരിടത്തൊന്ന് ഉറപ്പിച്ചു.
ഇപ്പോൾ 2013 കമ്പനി നിയമം ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് തുറന്നു കിട്ടി? വാതിൽ തുറന്നു കിട്ടി. ഈ പറയുന്ന ഡിന്നും ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും മാൻഡേറ്ററി ആയി വന്നു. ഈ വിധി ഒരു കെണിയാണെന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീടാണ് ഈ 2020 നമ്മളൊരു ഹർജി 2020 അന്ന് സാനു മാസ്റ്ററുടെ നേതൃത്വത്തിൽ അന്ന് ആ സാനു മാസ്റ്റർ അന്ന് ഹർജി കൊടുക്കാൻ നേരത്ത് അന്ന് ഞാനിത് ഹർജി കൊടുക്കാനായിട്ട് ആലോചിച്ചപ്പം ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയ്ക്കകത്ത് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മളതൊന്നും പോകണ്ട. അന്ന് വേറൊരു അഭിഭാഷകൻ ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള ആളോട് പറഞ്ഞ് അതൊരു ഫൈൻ അടച്ച് തീർക്കത്തേ ഉള്ളൂ. ഞാൻ അന്നേരവും പറഞ്ഞ് അങ്ങനല്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംഘടനാപരമായി നിൽക്കുമ്പോൾ എനിക്ക് അതിനകത്തോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അല്ല, ഈ ഫൈൻ അടച്ച് തീർക്കുമ്പോൾ അത് അന്തിമമായിട്ട് തീരത്തില്ല. ഇല്ല അത് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ സംഘടനാപരമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അത് സംഘടനയുടെ കുഴപ്പമില്ല, വേറൊരു അഭിഭാഷകൻ ചെയ്ത തെറ്റായ ഒരു നിയമോപദേശത്തിലാണ് അത് അവർ വീണുപോയി. അപ്പോഴാണ് എറണാകുളത്ത് കമ്മിറ്റി കൂടുന്നതും അത് ഞാൻ പങ്കെടുക്കുന്നുണ്ടാകും തീരുമാനിച്ചു. ഞങ്ങളുടെ ബോർഡ് തീരുമാനിച്ചു, കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെയാണ് PP മസ് എൻ്റെ കൂടെ, അതായത് 2016 മുതൽ ഞാനും PP മസിനും കൂടിയാണ് സ്കീം കേസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ CRPക്കൊക്കെ പോകുന്ന ഞങ്ങൾ കണ്ടിടാം. അപ്പോൾ പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹം പോയി, അദ്ദേഹം ഇതിൻ്റെ സകല കാര്യങ്ങൾ പറഞ്ഞ് സാനു മാസ്റ്ററെ ബോധ്യപ്പെടുത്തി. സാനു മാസ്റ്റർ പറഞ്ഞ് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കേസ് നടത്തണമല്ലോ, വിടരുതല്ലോ എന്ന്. അങ്ങനെയാണ് സാനു മാസ്റ്റർ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കുന്നതും ഈ പറയുന്ന കേസിലേക്ക് കടന്നു വരുന്നത്. ആ കേസിന്റെ വിധിയാണോ ഇപ്പോൾ? ആ കേസിനോടൊപ്പം അപ്പോൾ അതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് മാത്രമേ ഉള്ളൂ. ഡിന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് 2021 ആയപ്പോൾ 21 ഞങ്ങളിതെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ, പഴുതടച്ച് പോവുക. അപ്പം മധുവക്കീൽ ഞാനായിട്ട് എപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ബാക്കി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെറ്റീഷൻ അപ്പം തന്നെ ഞാനും കമൽജിത്തും കൂടെ, ഡോക്ടർ കമൽജിത്തും കൂടെ, കമൽഹാസനും കൂടെ അഡ്വക്കേറ്റ് ഞങ്ങൾ എഴുതി ഈ IG രജിസ്ട്രേഷൻ കൊടുക്കുന്നു. IG രജിസ്ട്രേഷന് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാണിച്ചു, ഡിന്നും കാണിച്ചു. അപ്പോൾ അവിടെ അവർ നോക്കിയില്ല. അവർ നോക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ച് അതും കൂടെ ഈ ഇവിടെ പരിശോധിക്കാൻ പറഞ്ഞു, IG കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാനു മാസ്റ്റർ കൊടുത്ത കേസ് ഹൈക്കോടതിയിൽ നിന്നും ഇവിടേക്ക് വന്നു, ഇവിടെ പരിശോധിക്കാൻ വന്നു, അവിടെ നിശ്ചയിക്കാൻ വന്നു, അവിടെ വിധി വന്നു. ഇവിടെ ഇദ്ദേഹം തീരുമാനം. അപ്പോൾ ഞങ്ങളതും വന്നു. ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വാദം കേട്ടു. ഈ ഒരുമിച്ച് വാദം കേൾക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ചും കായികമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു വെള്ളാപ്പള്ളി സ്റ്റേഷൻ്റെ ആളുകൾ. കോടതിയുടെ അവിടെ ഈ IG രജിസ്ട്രേഷന് അന്ന് ഇമ്പശേഖരൻ എന്ന് പറയുന്ന IG ആണ്. ആ ഇമ്പശേഖരൻ അദ്ദേഹത്തിൻ്റെ വാദം പറഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ അവരുടെ പേര് പറയാൻ അവരതിനുള്ള യോഗ്യന്മാരല്ല, അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. കുറച്ച് ആളുകൾ, അവരെ ഗുണ്ടകളെന്നും വിളിക്കാം, അവർ വെളിയിൽ നിന്നുകൊണ്ട് ഒന്ന് ആലോചിക്കണം. ഒരാൾ അതിനകത്ത് യോഗ കൗൺസിലർ ആണെന്നാണ് പറയുന്നത്. യോഗത്തിന്റെ കൗൺസിലർ അദ്ദേഹം നോക്കുമ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് മുണ്ട് നോക്കി കാണിക്കുന്നു മുകളിൽ നിന്നത്. ഒന്ന് ആലോചിച്ചു, അതാരാ കാണുന്നതെന്നറിയോ? അപ്പോൾ ആദ്യം ഒരു നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനും കമൽജിത്ത് ഞങ്ങളാണ് കൂടി IG അടുക്ക് കയറി വരുന്നതാണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണം, ഒന്നീ പോലീസിനെ വിളിക്കണം, അക്രമ ഭീഷണി ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നതുകൊണ്ട് അവരാണ് കാണിക്കുമ്പോൾ അവരെ അങ്ങോട്ട് നോക്കുമ്പോൾ IG മുണ്ടുപോക്കി രജിസ്ട്രേഷൻ പുള്ളി അപ്പം തന്നെ ഒരു കത്ത് എഴുതി പോലീസിന് കൊടുക്കുന്നു. പോലീസ് അതിനെ മുണ്ടോക്കി കാണിച്ചതല്ല, നമ്മളായിട്ട് പെറ്റീഷൻ തയ്യാറാക്കാൻ പറഞ്ഞ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തു. പുള്ളി പോലീസ് വന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞു. ഇതൊക്കെയാണ് ഇതാണ് സംസ്കാരം. നമ്മുടെ സന്ദീപ് യോഗത്തിന്റെ ഈ സംസ്കാരം മാറാനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത്. അവിടെ IG-യുടെ ഭാഗത്ത് ഒരു ഉരുണ്ടുകളി ഉണ്ടായി. IG-യുടെ ഭാഗത്ത് ഒരു ഉരുണ്ടുകളി ഉണ്ടായെന്ന് പറഞ്ഞാൽ, അതായത് അന്ന് വാസവൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്, വാസവനാന്ന് തോന്നുന്നു, ഈ ഡിന്നിനെ സംബന്ധിച്ചൊരു തർക്കം വന്നു. അപ്പം ഡിന്നിനെ തർക്കം വന്നപ്പോൾ അവിടുന്ന് ഒരു കത്ത് കൊടുത്തു. ഡിന്ന് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാക്കണം. ഡിന്നെന്ന് പറയുന്നത് നമ്മുടെ ആധാർ പോലെ സാധനമാണ്, യുണീക്കാണ്. അപ്പോൾ അത് ഇന്ത്യ രാജ്യത്തൊന്നേ ഉള്ളൂ. അതെ, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും അതേ ഉള്ളൂ. അത് ഇഷ്യൂ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ. കേരള സർക്കാരിന് എന്താ അതിനകത്ത് ഒരു അധികാരമില്ല. അപ്പോൾ അത് പക്ഷേ ഇമ്പശേഖരൻ അത് കത്ത് മുഖേന ഇത് യുണീക്ക് ഐഡന്റിറ്റി നമ്പറാണ്, ഇത് പാടില്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ ആവശ്യപ്പെട്ടു. അതും വിഡ്ഢിത്തരമല്ലേ? വിഡ്ഢിത്തരം. അത് ഇതിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഒരു നിയമോപദേശകരും പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കേരള സർക്കാർ കൊടുക്കാൻ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ശരിയാവും? ഒരിക്കലും നടക്കത്തില്ല. അതാണല്ലോ ഇമ്പശേഖരൻ അദ്ദേഹം പറഞ്ഞു. പുള്ളി ഞങ്ങൾ വാദം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും ഒരു കമ്പനിയുടെ ഡയറക്ടർ, എൻ്റെ ഡിൻ മാൻഡേറ്ററി, എനിക്കതറിയാം. അപ്പോൾ സാറിന് എഴുതാത്തതെന്ന് ചോദിച്ചപ്പം ചിരിച്ചതല്ലാതെ അദ്ദേഹം പറഞ്ഞു, ചിരിച്ചതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അദ്ദേഹം എഴുതി. അദ്ദേഹം എഴുതി ഡിൻ മാൻഡേറ്ററി ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കൊടുക്കേണ്ട മാൻഡേറ്ററി ആണ്,
റിട്ടേൺസ് കൊടുക്കേണ്ട മാൻഡേറ്റ്. പക്ഷേ ഞാൻ തീരുമാനിക്കുന്നില്ല, അത് കോടതിക്ക് വിടുന്നു. സിവിൽ എടുത്തു. സിവിൽ അവിടെ ഒരു അപകടം എന്ന് പറയുന്നത് കോടതി പറഞ്ഞ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഹൈക്കോടതി ഇദ്ദേഹത്തോട് പറയുന്നു, ഇദ്ദേഹം അത് നേരെ സിവിൽ കോടതിക്ക് വിടും. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്താണ് 2024 ഞങ്ങളെല്ലാം കൂടെ പോകുന്നത്. ഞാൻ 2 റിട്ടാണ്. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ ഒന്നിച്ചാ പരിഗണിച്ചത്. 2 റിട്ടാണ്. സാനുമാഷിന്റെയും അതാ അന്ന് റിട്ട് എഴുതുമ്പോൾ സാനുമാസ്റ്റർ റിട്ട് ഞങ്ങളുടെ റിട്ടും ഒരുപോലെ ശരിയായിരിക്കും. സാനുമാസ്റ്ററുടെ ആദ്യം ഇടണമെന്ന് ഞങ്ങൾക്ക് തന്നെ. കാരണം അദ്ദേഹം ആദരണീയനും ആ റിട്ടിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ റിട്ടിനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിട്ടിട്ട്. പിന്നെ എൻ്റെ കൂടെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ശ്രീ അഞ്ചേരൂഹം കൂടെ ഒരു റിട്ടിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇതിലെല്ലാം കൂടെ കൂട്ടിയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻഡ് എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതിക്ക് കേൾക്കാൻ അധികാരമില്ലെന്ന് ഉള്ളത്. അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു. അവർ പറഞ്ഞത് അവിടെയും അവർ പറഞ്ഞതറിയോ, ഇത് നോൺ ട്രേഡിംഗ് കമ്പനി കേരളയാണ്. ഇത് കമ്പനി നിയമപ്രകാരം ചാരിറ്റബിൾ സൊസൈറ്റീസിൻ്റെ ചാരിറ്റബിൾ നേച്ചർ ഉള്ളതായതുകൊണ്ട് ഇതൊന്നും ഒരു മാൻഡേറ്ററി ഇല്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് എക്സംഷൻ കിട്ടി, അതായത് മാപ്പ് കിട്ടി. 2017 മാപ്പ് കിട്ടി. ഫൈൻ അടച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് ഇയാൾ കൊടുത്തില്ല എന്നുള്ളത് വന്നില്ലേ. അതെ. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ മാപ്പെന്ന് പറയുന്ന കമ്പനിക്കേ ഉള്ളൂ, ചാരിറ്റബിൾ വ്യക്തിക്കില്ല. ഡയറക്ടർ കുറ്റം ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ഇവർക്ക് അറിയത്തില്ല. അവർക്ക് അറിയോ അറിയാതിരിക്കുകയോ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരിക്കലും നടക്കത്തില്ല. പിന്നെ മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ 2 ഡിന്നുണ്ട്. അത് നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധം. അത് ക്രിമിനൽ കേസാണ്, ക്രിമിനൽ ഒഫൻസാണ്. പുള്ളി ഏത് കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നാലും ഒറ്റ ഡിന്നല്ലേ പാടും. ഒറ്റ ഡിന്നേ പറ്റും, ഒരാൾക്ക് ഒരു ഡിന്നേ പാടും. പിന്നെ ഇവർ പറഞ്ഞ വേറൊരു ആക്ഷേപം, SNDP യോഗം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മുഴുവനുള്ളതാണ്. അതുകൊണ്ട് അല്ലെ ഇന്ത്യക്ക് മറ്റ് സ്റ്റേറ്റുകളിലും ഉണ്ട്. അതുകൊണ്ട് ഇത് ഹൈക്കോടതിക്ക് കേൾക്കാൻ അധികാരമില്ല. അങ്ങനെ ഒരു വാദഗതി ഇവർ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അതെന്ന് പറഞ്ഞ് ഇതിനകത്ത് മാത്രമല്ല, അത് എല്ലാവർക്കും വോട്ടവകാശം കേസിനകത്ത് ഇവർ പറഞ്ഞത് നോൺ ട്രേഡിംഗ് കമ്പനി കേരള, ഇതെല്ലാം അവർ പറഞ്ഞു. വിധിയെല്ലാം വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വിചിത്രമായ കാര്യങ്ങളാണ് ഹൈക്കോടതി നടന്നത്. ഞാനതൊന്നും കൊണ്ട് പോകുന്നില്ല, കാരണം ഹൈക്കോടതി നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞാനത് പറയുന്നത് ശരിയല്ല. അന്ന് അവരുടെ സ്റ്റാൻഡ് നോൺ ട്രേഡിംഗ് കമ്പനി കേരളയാണ്, കേരളത്തിൽ മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ട് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ അപ്പീലുമായിട്ട് വരിക. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസ്ഥാനമാണ്, അദ്ദേഹം ആണ് രൂപം കൊടുത്തത്. അതുകൊണ്ട് ഇന്ത്യ മൊത്തം ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം ബാധകമാണ്. കേരളത്തിന് പുറത്ത് ഒരുപാട് ശാഖയുണ്ട്, യൂണിയൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മണ്ടന്മാർക്ക് ഒരു വസ്തുത മനസ്സിലായില്ല. ആ ജഡ്ജ്മെൻ്റ് ഏറ്റവും വലിയ അപാകത ഏതാ? ആ ജഡ്ജ്മെൻറ്റിനെ ശരിക്കും വിമർശിച്ചുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിലുണ്ട് ഇപ്പോഴത്തെ. അത് കറക്റ്റായിട്ട് അത് പറയാനുള്ള ബാധ്യത. കാരണം അത് ഈ ജഡ്ജി പറയാൻ കാരണം എന്താ അറിയോ? ഈ ജഡ്ജി പറയില്ലായിരുന്നു. എൻ്റെ വിശ്വാസം ഈ ജഡ്ജി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അവർ തന്നെ. ഇത് റെക്കോർഡുമായിട്ട് സബ്മിറ്റ് ചെയ്തപ്പം ശരിക്കും അതിനകത്ത് കൈകാര്യം ചെയ്താൽ കിട്ടും. എക്സിബിറ്റായിട്ട് മാർക്ക് ചെയ്ത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇതെല്ലാ കേരളത്തിന് പുറത്ത് ശാഖയുണ്ട്, യൂണിയനുണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. ഗുരുദേവൻ ലോകം മൊത്തം അറിയപ്പെടുന്നതാണ്, അതുകൊണ്ട് ഗുരുദേവൻ്റെ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു. ഇവർ 2005 ഇവർ കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതി ഈ ROCക്ക്, വെള്ളാപ്പള്ളി നഴ്സ് എൻ്റെ കയ്യിലിപ്പുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എഴുതി. ഇത് SNDP യോഗം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതാണ്. ഈഴവ കമ്മ്യൂണിറ്റി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അരുവിപ്പുറത്തെ ക്ഷേത്രവും അതിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും ഭരണനിർവഹണവും ഒക്കെ നടത്തുന്നതിന് മെമ്പർ അസോസിയേഷൻ പറയുന്നത് ഈ കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടിട്ടുള്ളത്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളമാണ് ജൂറിസ്ഡിക്ഷൻ, കേരളത്തിന് പുറത്തില്ല എന്ന് വ്യക്തമായി 2005 കൊടുത്ത സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാ ബൈലോയുടെ അല്ലേ 1903 ഈ അരുവിപ്പുറം SNDP യോഗം രൂപീകരിക്കുമ്പോൾ പറഞ്ഞ 5 പോയിന്റ്സ് ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചത് അല്ലേ? അതെ. അതിനകത്ത് പറയുന്നതിനെ സംബന്ധിച്ച് അത് എന്തിനാണെന്നറിയോ? കത്ത് കൊടുത്തത് എന്തിനാണെന്നറിയോ? ഇത് ROCയുടെ കയ്യിൽ ഇരിക്കുകയായിരുന്നു ഇവരുടെ റെക്കോർഡല്ല. ഈ റെക്കോർഡല്ല എവിടെ കിട്ടണം? ഇവിടെ കിട്ടണം. ഈ നോൺ ട്രേഡ് ഈ IGO കിട്ടണം. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതിനകത്ത് 2005 2 അംഗങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി, ഈ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. ഈ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റിന് പോയപ്പോൾ അതിന് കമ്പനി നിയമപ്രകാരം 10-1 അംഗങ്ങളുടെ ഒപ്പ് വേണം, ഒരു ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എക്സംഷൻ വാങ്ങിക്കണം. അപ്പോൾ എക്സംഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പോയി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെന്ന് ഒരു വാദം പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വക്കീൽ രാജ്ബാബു വന്നു. അവർ പോയി വാദം പറഞ്ഞത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇതിന് യാതൊരു അധികാരമില്ല, ഇത് നോൺ ട്രേഡിംഗ് കമ്പനി
കേരള 1961 കേരള നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തിക്കുക. നിങ്ങൾ കേരളത്തിൽ പോകും. അപ്പം അവർ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ എന്തിനാ വരുന്നത്, അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ആ. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടേ, ഇതെല്ലാം ഞങ്ങൾ പിന്നീട് കുരിശായി വന്നു. ഇതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ പിന്നീട് ഇവർ 2015 അന്ന് ചെന്നൈ ഈ കമ്പനി ലാ ബോർഡിൽ അന്ന് ശ്രീ രാജ്കുമാർ ഉണ്ണിയൊക്കെ ആയിട്ടാണ് അന്ന് പോകുന്നത്. അവരവിടെ അവരുടെ നേതൃത്വത്തിലാണ് ഒരു കേസ് ഫയൽ ചെയ്തു. അവിടെ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെൻറ്റാണ് അവിടെയും കൊടുത്തു. അപ്പം അത് ചെന്നൈ സ്വദേശികളായ 2 പേരാണ്, പക്ഷേ നടത്തിപ്പ് കൊല്ലം പൈസ. അത് കേസ് നടന്നു വന്നപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട തർക്കം കമ്പനി ലാ ബോർഡിന് അധികാരമില്ല, കാരണം ഇത് നോൺ ട്രേഡിംഗ് കമ്പനി കേരളയാണ്, നിങ്ങൾ സിവിൽ കോടതി പോകണം. അവിടെ ഇത് തന്നെ പറഞ്ഞു. അവിടെ എന്ന് പറഞ്ഞാൽ നോൺ ട്രേഡിംഗ് കമ്പനി അത് സെൻട്രൽ ആക്ട് അല്ല. 2005 പറഞ്ഞു, ഈ 2015 ഇത് തന്നെ. അപ്പോൾ എന്ത് പറ്റി, അത് നോൺ ട്രേഡിംഗ് കമ്പനി കേരള, ഓക്കെ, അവിടെ അത് അവസാനിച്ചല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത സാധനം എടുത്തിട്ട് അപ്പോൾ ഇത് കമ്പനി നിയമം കേന്ദ്ര നിയമത്തോട് ബാധകമാണെന്ന് വന്നല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് അല്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ശാഖയിലെ 3 പേരെയും കൊല്ലത്ത് എൻ്റെ അടുത്ത സുഹൃത്തായ പാറ്റരാഘവനെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ 2 റിട്ട് ഞാൻ തന്നെ കൊടുത്തതാണ്. എവിടെയും എനിക്ക് പറയാം, കാരണം അവിടെ കൊണ്ടുവന്ന് റിട്ട് കൊടുത്തു. ആദ്യം ഒരു റിട്ട് കൊടുത്തു, അതിനകത്ത് ചെറിയ ന്യൂനതകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത റിട്ടും കൊടുത്തു. പക്ഷേ ഞങ്ങളതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ അത് സഹായിക്കുകയും പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തത് ജഗദീഷ് ചന്ദ്രൻ നായർ സാറ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അത് പിന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തത് അന്ന് VS-ൻ്റെ വക്കീലായിരുന്ന DN-ൽ. ഒരിക്കലും SNDPO അതിലെ അംഗങ്ങൾക്കോ ശ്രീനാരായണ സമൂഹത്തിനോ അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഇതിനെ DN-ൽ അതിനെ കറക്റ്റ് ചെയ്ത ഏറ്റവും വലിയൊരു ഫോഴ്സ് എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം. അപ്പോൾ അവിടെയാണ് ഞങ്ങളിത് കൊടുക്കുന്നു. കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ് കേന്ദ്ര നിയമം അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന അനുവാദം എങ്ങനെ ഇതിൽ നിൽക്കും? എക്സംഷൻ കിട്ടിയത് ആർക്കാ? 74 എക്സംഷൻ കിട്ടിയത് പ്രൊപ്പോർഷനേറ്റ് കിട്ടിയത് ഇവിടുന്ന് കേന്ദ്രത്തിൽ. അത് മാത്രം അവരനുസരിക്കും, ബാക്കി ഒന്നും അവർക്ക് അനുസരിക്കത്തില്ല. അപ്പോൾ കോടതി പറഞ്ഞ് അത് TRV സാറാ അത് എഴുതിയത്. ഇത് എങ്ങനെ അനുവദിക്കുന്നത്? ഇത് കേന്ദ്ര നിയമമല്ലേ, അല്ല കേരള അല്ലേ, കേരള ആക്ട് അല്ലേ, നിങ്ങൾ എങ്ങനെ അവിടെ പോന്നേ? അപ്പോഴത് എന്ത് പറ്റി, അത് റദ്ദായി. അതോടെ ഈ പിന്നെ അനുവാദിക പ്രാതിനിധ്യം ഇല്ലാതായി. ഇപ്പോൾ അവർ ചെയ്തത് എന്താണെന്നറിയോ? ഇപ്പോൾ അവിടെ ചെന്നിരിക്കുക, ഇത് കേരള ആക്ട് അല്ല, ഞങ്ങൾ സെൻട്രൽ ആക്ടാണ്. അപ്പം ഇതെല്ലാം പരസ്പര വിരുദ്ധമാണെന്ന് കോടതിക്ക് കോടതി മനസ്സിലായി. അവർ കാലാകാലങ്ങളിൽ ഈ പറയുന്ന യഥാർത്ഥത്തിൽ അന്ന് എനിക്കൊന്ന് പൊൻകുന്നം വർക്കിയാണെന്ന് കഥയിൽ എഴുതിയത് ഇല്ലേ, ഈ പാഷാണം വർക്കി എന്നുള്ളത്. ഇത് പാഷാണം വർക്കിയുടെ 1000 മടങ്ങല്ലേ. ഈ ഒരു ദിവസം ഇത് പിന്നെ ഒരു ദിവസം ഇത്. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഇങ്ങനൊരു സംഘടനയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, SNDPO എത്ര മഹാരഥന്മാരിരുന്നു. ശങ്കർ സാർ 10 വർഷം കഴിഞ്ഞപ്പം ഒഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോയില്ലേ? ഇപ്പം നമ്മുടെ ഈ വിധി വന്നില്ലേ, ഈ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നിഷ്കാസിതനായെങ്കിൽ പോലും നിലവിൽ ഒരാളെ നിയമിക്കാൻ സർക്കാർ തുനിഞ്ഞിട്ടില്ല. അതിന് അവർ ചിലപ്പോൾ പറയാൻ പോകുന്ന കാരണം ഈ ഇലക്ഷനായിരിക്കും. അപ്പീല് വരുന്നവരെ നോക്കി നിൽക്കും. ഇനിയിപ്പോൾ അവർക്ക് അത്യാവശ്യം വരുന്ന അവർ അന്ന് തന്നെ വേറെ ആളെ വെച്ചന് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇല്ലേ. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ നിയമിക്കില്ല, ഇനി അപ്പീൽ വരുന്നുണ്ട്. ഈ അപ്പീലിൽ നിന്ന് ഒരു സ്റ്റേ മാത്രമല്ലേ വരത്തുള്ളൂ. അപ്പീലിൽ ഒരു സ്റ്റേ കിട്ടണം എങ്കിലേ അവർക്കുള്ളൂ. അത്രേ ഉള്ളൂ. സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ഗവൺമെൻറ് വെച്ചേ പറ്റൂ. കാരണം ഇത് ഉടൻ ചെയ്യേണ്ട കാര്യമാണ്. ഇതിൻ്റെ കീഴിൽ എത്ര സ്കൂളുണ്ട്, എത്ര കോളേജുണ്ട്, അവിടെ ദൈനംദിന പ്രവർത്തനം നടക്കണമെങ്കിൽ ഇതെല്ലാം ഒപ്പിട്ട് കൊടുക്കേണ്ടത് ആരാ? അതിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി അല്ലേ. അപ്പോൾ അതിന് പകരം സംവിധാനം ഡയറക്ടേഴ്സ്, ഒരു കമ്പനി ഭരിക്കുന്ന ഡയറക്ടറാണ്. ഒരു കമ്പനിയുടെ ഒരു ദിവസം പോലും ആ കമ്പനിയെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അടിയന്തരമായും ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്. അത് ഗവൺമെൻറ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല. ഞങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ പോകുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ അല്ല, ഈ കേരളത്തിലെ ശ്രീനാരായണ സമൂഹം നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ചലനങ്ങൾ തെരഞ്ഞെടുപ്പുകളിലുണ്ടാകും. അത് സൂക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സമൂഹത്തിൻ്റെ നേതാവായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. എന്നാൽ ആ സമൂഹത്തിന്, ആ ജനസമൂഹത്തെ, ആ സമുദായത്തെ സ്വാധീനിക്കാനുള്ള യാതൊരു സോഴ്സും ഇല്ല എന്നുള്ളത് ഈ ഭരണാധിപന്മാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? 100% അവർക്ക് അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫ്, അദ്ദേഹം ആരെങ്കിലും ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തോക്കുന്ന കാര്യം അറിയാമല്ലോ. ആരെങ്കിലും ജയിപ്പിക്കണമെന്ന് തോപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ ജയിക്കുമെന്ന് അറിയാമല്ലോ. ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വോട്ടർമാരുടെ സ്വാധീനിക്കാൻ പറ്റില്ല.
പിന്നെ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കേരളത്തിലെ ഒരു വലിയ ശ്രീനാരായണ ഗുരുദേവനുമായി ആത്മബന്ധവും ഗുരുദേവൻ സഹകരിക്കുകയും മാസങ്ങളോളം താമസിച്ച ഒരു തറവാട്ടിലെ കാരണവരെന്ന് എന്നെ വിളിച്ചു. അതിനകത്ത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടേശനെ പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ വലിയ രസകരമാണ്. ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വീട്ടുപേര് അദ്ദേഹത്തിൻ്റെ അല്ലെന്നേ. അല്ല അതൊരു ക്രിസ്ത്യൻ കുടുംബത്തിന് അല്ല, അത് വേറെ. ഞാനത് പറയുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ അത് തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതൊരാളിനെ വ്യക്തിപരമായിട്ട് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വീട്ടുപേര് വെള്ളാപ്പള്ളി നടേശൻ്റേതല്ല. അദ്ദേഹം കടമെടുത്തതാ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി. ആ ചരിത്രത്തിലേക്ക് പോയാൽ വഞ്ചനയുടെ ഒരു ചരിത്രം അവിടെയുണ്ട്. മുന്നോട്ട് പോകും. എനിക്ക് ഇന്ന് കിട്ടിയ ഫോൺ കോളുകൾ കിട്ടിയാൽ അത് രസകരമാണ് ഒരുപാട് പേരുടെ. ഞാനൊന്നും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല, വ്യക്തിപരമായ നമ്മുടെ ലക്ഷ്യം ഈ ശ്രീനാരായണ സമൂഹത്തെ ഭൗതികമായി വളർത്തുക, അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ദർശനത്തിലേക്കും ഗുരുവിലേക്കും മടക്കിക്കൊണ്ടുപോവുക. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞോളാം. ഇതിനെ ഒരു നല്ല കൈ എനിക്ക് തരണമെന്നോ എൻ്റെ കൈ തരണമെന്നോ ഒന്നുമില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ചിലരൊക്കെ പറയും ഞാൻ. പക്ഷേ അതിനെ ക്വാളിറ്റേറ്റീവായി ഗുരുദേവൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. കാര്യദർശിയായി കുമാരനാശാനെ വെക്കുമ്പോൾ കുമാരനാശാന് ആംഗലേയ ഭാഷ അറിയാനും പഠിക്കാനും വേണ്ടി വിശ്വഭാരതി സർവകലാശാലയിൽ പറഞ്ഞയച്ചിട്ട് ചരിത്രം. ആദ്യം ബാംഗ്ലൂർ പോയി സംസ്കൃതം പഠിച്ചു. അത് ഡോക്ടർ പൽപുവിന്റെ കൂടെ. അവിടെ പ്ലേഗ് പൊട്ടി പുറപ്പെട്ടപ്പോൾ നേരെ വിശ്വഭാരതി പോയി. അപ്പോൾ അത് എന്താ ഒരു ഉദ്ദേശം? ഏറ്റവും നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നവനായിരിക്കണം ഇതിൻ്റെ അമരത്തേക്ക് വന്നത്. പിന്നീട് പിൽക്കാലത്ത് വന്ന എല്ലാവരും അത്. അപ്പോൾ അത് ഗുരുവിൻ്റെ ഇച്ഛയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അതിൻ്റെ കൂടെ ആർ ശങ്കറെ പോലെ വിഷനുമുള്ള ഒരാളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു സർക്കാരിൻ്റെയും സഹായം ഇല്ലാതെ ഈ സമുദായം എവിടെ നിൽക്കും? അല്ല, ഇപ്പം ഈ സൈബർ സേനകളുടെ കുറച്ച് സംഭവം ഇപ്പം കുറച്ച് മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ആരടാ നിങ്ങളുടെ നേതാവെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ ഞാനടാ എന്ന് പറഞ്ഞ് മുന്നിൽ വരാൻ വെള്ളാപ്പള്ളിയുള്ള അദ്ദേഹമാണ് ഈഴവ സമുദായത്തെ ഇന്നിപ്പോൾ ഒരു വിലപേശൽ ശക്തിയാക്കിയതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഈ ചേർത്തലയിൽ ഞങ്ങൾ സഹോദരൻ അയ്യപ്പൻ ഒരു സ്മാരക പ്രഭാഷണം മീറ്റിംഗ് നടത്തി. അവിടെ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാനവിടെ പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ SNDP സംരക്ഷണ സമിതിയാണ് ഞങ്ങളുടെ സംഘടന. ആ സംഘടനയുടെ ആളുകൾ അതവരാണ് നടത്തിയത്. അപ്പോൾ അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ പ്രതിരോധിക്കാൻ ആരുടെ അനുസ്മരണമാണ്? സഹോദരൻ അയ്യപ്പൻ്റെ അനുസ്മരണം പ്രതിരോധിക്കാൻ എന്നതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കുറേ ആളുകളെ യൂണിയനിൽ നിന്ന് പറഞ്ഞയച്ചു. വിളിച്ച മുദ്രാവാക്യം ആരാടാ ഈ സഹോദരൻ, ഏതവനാടാ സഹോദരൻ? ആരെ പറ്റിയ? സഹോദരൻ അയ്യപ്പനെ പറ്റി. ഇതറിഞ്ഞുകൂടത്തെ ഒരാൾ അതിൻ്റെ പങ്ക് പറ്റുന്നു വന്നവർക്ക് SNDP യോഗത്തെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളാപ്പള്ളിയാണ് എല്ലാം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്താ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഈ സമുദായത്തിന് എന്തെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യം ഒരാൾ ഭംഗിയായി ചൂണ്ടിക്കാണിച്ചാൽ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും. ഒരൊറ്റ കാര്യം പറഞ്ഞു. ഇപ്പം പുള്ളി പറയുന്നത് 7000-ഓളം ശാഖകളുണ്ടാക്കി, 130ഓളം യൂണിയനുകൾ ഉണ്ടാക്കി, പിന്നെ കോളേജുകൾ. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് 42 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് SNDPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊരു 130-140ഓളം ഉണ്ടായി. പിന്നെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം SNDPക്കാർക്ക് ഒരു എന്താ പറയുന്നത്, ശബ്ദം ഉയർത്താനുള്ള ഒരു അധികാരം കിട്ടി. അതുപോലെ വിലപേശൽ ശക്തിയായി മാറി. ഈ പറയുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം തന്നെ ഈ ശാഖകളുടെ എണ്ണം 7000 ശാഖകൾ എത്തിച്ച എന്തിനു വേണ്ടിയാണ്? ഇതിൽ ഓരോന്ന് ഞാനൊന്ന് പറയാം. ഈ 7000 ശാഖ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമാണ്. ഈ 7000 ഇപ്പം എൻ്റെ ശാഖ 4 മുറിച്ചിട്ട് 4 ആക്കേണ്ട വല്ല കാര്യമുണ്ട്? അതെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നേരെ മറിച്ച് ഈ നമ്മുടെ സമൂഹം ഉള്ള ആ ദൂരപ്രദേശം ധാരാളമുണ്ട്. ഇവിടെ ഒന്നും ഒരു ശാഖ ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. നേരത്തെ പത്തനംതിട്ട ജില്ലയ്ക്ക് 2 യൂണിയനായിരുന്നു. അത് ഒന്ന് പത്തനംതിട്ട യൂണിയനും ഒന്ന് ചെങ്ങന്നൂരുമായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ ഒന്ന് പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, പന്തളം ഇത്രയും വന്നിട്ടുണ്ട്. അടൂർ പിന്നെ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഒരു 2 യൂണിയൻ ഉള്ളത് 4 ആക്കി. അത് ഇനിയും വീണ്ടും വേണേ വിഭജിക്കാം. അപ്പം എല്ലായിടത്തും ശ്രീനാരായണീയരുടെ എണ്ണത്തിൽ മാറ്റം ഒന്നുമില്ല. ശ്രീനാരായണയുടെ ഏരിയ ഓപ്പറേഷനും മാറ്റമില്ല. ഈ പഴയ ഏരിയ അല്ലാതെ പുതിയൊരു ഏരിയയിലേക്ക് ഈ പ്രസ്ഥാനത്തെ എത്തിച്ചോ? ഇല്ല. നിലവിലുള്ള യൂണിയനുകളെ പിളർത്തി, നിലവിലുള്ള ശാഖകളെ പിളർത്തി എണ്ണം കൂടുതലാക്കി. ഇനി 7000 ഇല്ല. ഞാൻ കുറേ പിന്നെ അഡ്രസ്സ് തരാം. അദ്ദേഹം തന്നെ അയച്ചു. എല്ലാം കത്ത് മടങ്ങി വരും. ശാഖയുടെ നമ്പർ വെച്ച് അയച്ചാൽ മലബാർ പ്രദേശത്ത്
ഏതാണ്ട് 80% ശാഖകളും പ്രവർത്തനമില്ല. ഇല്ല, അങ്ങോട്ടാരും ഇത് കാണുന്നില്ല. തൃശ്ശൂരിനപ്പുറത്തേക്ക് ശരിക്കും ഇല്ല. ഇല്ല, അത് ചുമ്മാ ശാഖ ഉണ്ടാക്കിയിട്ടിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ സ്വഭാവം വരുമ്പോൾ അവിടുന്ന് 2 പ്രതിനിധി വരില്ലേ, അങ്ങനെ കള്ളപ്രതിനിധികൾ കള്ളവോട്ടുകളുടെ ഒരു നിർമ്മിക്കാനുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മളെ ഇനിയിപ്പം കോടതി ഇനി വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, സ്കൂളുകളും കോളേജുകളും, അതൊന്നും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതായത് ആർ ശങ്കറിൻ്റെ കാലത്തിന് ശേഷം അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ 30 വർഷക്കാലത്തെ ഭരണത്തിൽ ഒരൊറ്റ എയ്ഡഡ് കോളേജാണ് ഉണ്ടായത്. ഒരേ ഒരു എയ്ഡഡ് കോളേജ്, അത് പാമ്പനാറിൽ. ആ പാമ്പനാർ എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് പിന്നെ SN ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ബാക്കി സെൽഫ് ഫിനാൻസിങ് ആണ്, ബാക്കി എല്ലാം സെൽഫ് ഫിനാൻസിങ്. അതുകൂടെ പറഞ്ഞുതരാം, കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. ആ പാമ്പനാറിലെ SN കോളേജ് നിൽക്കുന്ന സ്ഥലം ആർ ശങ്കർ ജീവിച്ചിരിക്കുമ്പോൾ ആ ട്രസ്റ്റിന് വേണ്ടി ആർ ശങ്കർ സമ്പാദിച്ച സ്ഥലത്ത് പാമ്പനാർ ഒരു കോളേജ് ഉണ്ടാക്കി. എന്നിട്ട് അവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്തോ പിന്നെ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എഴുതി വെച്ചു. ഇത്ര നാണക്കേടാ. പുള്ളി ജീവിച്ചിരിക്കുമ്പോഴേ പുള്ളിയുടെ പേര് സുഭാഷ് വാസുവിന്റെ ഒരു കോളേജ് ഉണ്ടല്ലോ, അതിന്റെ പേര് മാറ്റിയില്ലായിരുന്നു. വെള്ളാപ്പള്ളി അത് ഞാൻ പറയാം. ഇപ്പം ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഈ പറയുന്ന കോളേജുകൾ ഉണ്ടായില്ല, സ്കൂളുകൾ ഉണ്ടാക്കിയില്ല. അതായത് നമുക്ക് ഏതാണ്ട് 9,000 13,000 പ്രീ ഡിഗ്രി സീറ്റുള്ളത് അത് കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? 3,000 സീറ്റാണ് കിട്ടിയത്. എന്ത് ഗതികേടാ. എന്നിട്ട് EWS കൊണ്ടുവന്നു. നമ്മുടെ ഈ പറയുന്ന ഈഴവ സമുദായത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയില്ലേ, സംവരണം ഇല്ലാതാക്കിയില്ലേ. എന്ത് ആനുകൂല്യം അദ്ദേഹം തന്നേ? ആർക്ക്? ഏതെങ്കിലും ഒരു സ്ഥാപനം. ഒരു കാര്യമാണ് പറയാം. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ഹോം ജില്ലയിൽ അവിടുത്തെ പിന്നെ കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് കുമാരനാശാൻ സ്മാരക മന്ദിരമുണ്ട്. അത് ലേലത്തിൽ പോയി, അത് ക്രിസ്ത്യാനിയെ വാങ്ങിച്ചു. അതിനപ്പുറത്തോട്ട് കുറച്ചപ്പുറത്തോട്ട് മാറി ഈ മൈ ഡിയർ കുട്ടിച്ച എന്ന് പറയുന്ന സിനിമയിൽ അവർ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു വലിയ കെട്ടിടമൊക്കെ കാണിക്കുന്നുണ്ട്, പൊളിഞ്ഞു കിടന്നു. അതെന്ന് പറയുന്നത് അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ യൂണിയൻ്റെ ആയിരുന്നു. അത് വിറ്റു, അത് യോഹന്നാന് കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈവേ സൈഡിൽ 4 ഓഡിറ്റോറിയമാണ് ലേലത്തിൽ പോയേക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എത്ര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തെ ഈ പൂവിട്ട് പൂജിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന് ശാപമായി മാറുന്നതെന്ന് ഞാൻ പറയും. അല്ല, ശരിക്കും നമ്മളിപ്പോൾ ഈ കോടതി വിധി വന്നതോടെയാണ് നമ്മുടെ ഈഴവ സമൂഹത്തിൻ്റെ ഒരു പൾസ് പുറത്തു വരുന്നത്. ഏതാണ്ട് ഒരു 95% ആൾക്കാരും ഇദ്ദേഹത്തിന് എതിരാണ്. 95 അല്ലെങ്കിൽ 99 നമുക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതായിട്ട് പറയുന്ന പലരും കൂടല്ല. അത് അറിയാമല്ലോ, അദ്ദേഹം തന്നെ പറയുകയും ചെയ്യും. ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ കോടതി പ്രാതിനിധ്യ വ്യവസ്ഥ, എല്ലാവർക്കും സ്ഥിരാംഗങ്ങൾക്ക് എല്ലാം വോട്ടവകാശം എന്നുള്ള പേരിലാണ് വരാൻ. നമുക്ക് അപ്പോൾ എത്ര ലക്ഷത്തോളം വോട്ടർമാർ വരും? ഈ എല്ലാവർക്കും വോട്ടവകാശം, ഈ പ്രാന്തി വോട്ടവകാശം വരുമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, കാരണം അത് ഈ പറയുന്ന ഹൈക്കോടതി വിധിയെ ഞങ്ങൾ ചോദ്യം ചെയ്തു. ഞങ്ങൾ ഹൈക്കോടതി 4 SLP ഫയൽ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി. അത് 25-ാം തീയതി അഡ്മിഷന് വരുന്നത്. അവിടെ വരട്ടെ, അഡ്മിഷനകത്ത് വരട്ടെ. ഇതെല്ലാം ഞങ്ങളവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗായറാം ഈ പറയുന്ന മറ്റേ ഈ പിന്നെ ഇതുണ്ടല്ലോ, പാഷാണം വർക്കിയുടെ സകല കാര്യങ്ങളും എല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ആനുപാതികമായിട്ട് തുടരാൻ സമ്മതിക്കില്ല. എല്ലാവരും കൂടി തിരഞ്ഞെടുക്കട്ടെ. അതെ. പിന്നെ ഇതിനൊക്കെ ഒരു പോംവഴിയുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്. അതാണ് ഞങ്ങൾ കൃഷ്ണമൂർത്തി സാറ് നേതൃത്വം നൽകി 99-ൽ ഫയൽ ചെയ്ത സ്കീം കേസ്. ആ സ്കീം കേസ് വിധിയായി 2009-ൽ. ആ വിധിയായി കഴിഞ്ഞതിന് ശേഷം അത് നടത്തിപ്പുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അവരെയൊക്കെ കുറേ പേരെ വെള്ളാപ്പള്ളി വിലക്കെടുത്തു. അത് പിന്നെ നടക്കാതെ വന്നപ്പോഴാണ് 2016-ൽ കമൽജിത്ത് കമലഹാസൻ എന്ന് പറയുന്ന ആ വക്കീലാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നത്, എനിക്കിത് എത്തുന്നതും. ഞാനിത് നടത്തുന്ന പലരോടും ചോദിച്ചപ്പോൾ ആർക്കും അതിൻ്റെ വലിയൊരു ഗ്രാഹ്യമില്ല. അങ്ങനെയാണ് അഡ്വക്കേറ്റ് പി പി വാസുവിനെ കാണുകയും അദ്ദേഹമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് നല്ല സാധനമാണല്ലോ, ഇത് നമുക്ക് എടുക്കണമല്ലോ എന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ND പ്രേമേന്ദ്രൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇത് നടത്താൻ നമ്മുടെ ജഗദീഷ് സാറിൻ്റെ ഒക്കെ പോകുന്നതും അങ്ങനെ അത് കേസ് നടത്തുന്നതും. അങ്ങനെ ആ കേസ് നടത്തി ആ കേസ് ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു. ആ വിധിക്ക് ശേഷം അത് ഞങ്ങളെന്ന് പറയുന്നില്ല, അത് ഗുരുവാണ്, അതെല്ലാം ചെയ്യിച്ച ഗുരുവാണ്. അതിന് വാദിയൊന്നും ഞങ്ങൾ വാദിയല്ല, ഒന്നുമല്ല. ഞങ്ങൾ കക്ഷി ചേരാൻ പെറ്റീഷൻ ഇട്ട് ഞങ്ങൾ നടത്തിയതാണ്. എന്നിട്ട് ആ കേസ് നടത്തി അത് ജയിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതി പോയി സ്റ്റേ വാങ്ങിച്ചു. സ്റ്റേ കിടക്കും. അത് മാറി കിട്ടിയാൽ പുതിയ സ്കീം വരും, പുതിയ സമ്പ്രദായം വരും, പുതിയ രീതികൾ വരും. ഈ പ്രസ്ഥാനത്തെ ഏത് രീതി വോട്ടിംഗ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം.
അത് ഇനി ഒരു കാലഘട്ടത്തിലും മറ്റൊരു എന്താ ഈ പറയുന്ന മാഫിയ സംഘങ്ങൾ കയറാതിരിക്കാനുള്ള എല്ലാ പഴുതും നമുക്ക് അടയ്ക്കാം. അതൊക്കെ അതൊക്കെ ഉള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. അത് ഇപ്പോഴത്തെ ഈ വിധിയോടുകൂടി അതിൻ്റെ സാധ്യത തുടക്കമാണ്. അപ്പോൾ ഈ ശരിക്കും ഈ രണ്ട് സർക്കാരുകൾ ഭയങ്കരമായിട്ട് വഴിവിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ധാരാളം ഇല്ലേ? ഒരുപാട്. ഈ കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി, കേരള സർക്കാരാണെങ്കിലും ശരി, രണ്ട് കൂട്ടർക്കും അതേ ആവശ്യം. അതിനകത്ത് ഞാൻ ഈ അദ്ദേഹത്തിന് ബൈക്കാറ്റുകാരെ സുരക്ഷ കൊടുത്തതിനെ പറ്റി ഞാനൊരു പരാതി വെച്ചു. ആ പരാതി പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തത്. എനിക്ക് അപ്പം തന്നെ കാർഡ് വന്നു. ഞാൻ വിചാരിച്ച പോലെ എന്തെങ്കിലും നടപടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് സംസ്ഥാന DGPയുടെ നിന്നൊരു കത്ത് വന്നു. അത്യാവശ്യമായിട്ട് മൊഴി കൊടുക്കണം. ഇങ്ങനെ ഞാൻ ആലപ്പുഴ പോകുന്നു. ആലപ്പുഴ SP എൻ്റെ മൊഴി എടുക്കുന്നു. ഇതെല്ലാം മൊഴി എടുത്തതിന് ശേഷം അവർ പറഞ്ഞു, സാറേ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മൊഴി എടുത്തേക്ക്, എൻ്റെ ഇരിപ്പുണ്ടാകും മൊഴിയൊക്കെ, ഞാൻ കോപ്പിയൊക്കെ എനിക്ക് തന്നു. എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ആക്ഷന് പോയി. അതുകൊണ്ട് IB എന്നെ അന്വേഷിക്കുന്നു. IB വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ വലിയ എൻക്വയറി കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ലെറ്റർ വരുന്നു. DGPയുടെ കേരള DGPയുടെ ആണെന്ന് തോന്നുന്നു, അതോ ചീഫ് സെക്രട്ടറിയുടെ. ഇത് സംസ്ഥാന ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി ഇത് പിൻവലിക്കണമെന്ന്. കേന്ദ്രം കൊടുത്തത് എങ്ങനെ സംസ്ഥാന ചീഫ് സെക്രട്ടറി പിൻവലിക്കുന്നത്? അത് ഉടക്കാണ്. ഇതെല്ലാം വെറുതെ നമുക്ക് നിർദോഷമെന്ന് തോന്നുന്ന, എന്നാൽ അതെ ഒരു കുരുക്ക. പക്ഷെ ഇതൊക്കെ ഇപ്പൊ വെട്ടി വീഴും. ഇതൊക്കെ എന്ന് ഈ പത്മഭൂഷണിന്റെ ഞങ്ങളെ പോയിരിക്കുന്നത്, അതായത് ശ്രീനാരായണ ധർമ്മ പ്രബോധന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ SNDP സംരക്ഷണ സമിതിയാ. അത് ഞങ്ങൾ ആ മൊത്തം പേര് വെച്ചാൽ കൊടുത്തേക്കുന്നത്. ആ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ME പരമേശ്വരൻ സംരക്ഷണ സമിതിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി അയച്ചല്ല, ഹൈക്കോടതിക്ക് റിട്ട് കൊടുത്തു. പിന്നെ ആൾക്ക് റിട്ട് കൊടുത്ത് നോട്ടീസായി. അതിൻ്റെ പുറത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി ഏറ്റവും വലിയ വക്കീലിനെ വെച്ചേക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഞങ്ങൾ പോയിന്റ് എന്താണെന്നറിയാം, ഒന്ന് കേസുകൾക്ക് ക്രിമിനൽ കേസ് പ്രതി ഇതെല്ലാം ഉണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ഏത് പട്ടിക്ക് വേണം ഈ ഇതിനെ അപമാനിച്ചത് പത്മഭൂഷൺ ആർക്ക്? അതായത് നമ്മളൊരു ദേശീയ പതാകയെ അപമാനിച്ച അത് രാജ്യദ്രോഹമാണ്. ഫ്ലാഗ് കോഡ് പോലെ തന്നെ ഇതിനൊരു ഇത് ഫ്ലാഗ് കോഡ് പോലെ തന്നെയാണ്. ദേശീയ പുരസ്കാരമാണ്. ആ ദേശീയ പുരസ്കാരത്തെ അപമാനിച്ച ആൾക്ക് ദേശീയ പുരസ്കാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ എന്താ ആദരിക്കുക. അതിനെതിരായിട്ട് പോയില്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ശരിയല്ലേ? ഞാൻ ഒരു പൗരനാണ് ഇന്ത്യയിൽ. എൻ്റെ ദേശത്തിൻ്റെ പുരസ്കാരത്തെ അപമാനിച്ച് വളരെ നീചമായി നികൃഷ്ടമായി അപമാനിച്ച ആൾക്ക് ആ പദവി കൊടുക്കുക. അപ്പോൾ ഒരു പൗരൻ ചോദിക്കണ്ടേ? ഞാൻ മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ചോദിക്കണം ഇത്, ഈ പത്മഭൂഷൺ. പിന്നെ അത് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്ത് റിസൾട്ടും വന്നോട്ടെ അത് ചോദിക്കാനും അതിന് റിട്ട് കൊടുക്കാനും ഉള്ളതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഞങ്ങളുടെ സംഘടനയ്ക്ക് SNDP സംരക്ഷണ സമിതിക്ക് ഭയങ്കര അഭിമാനം അത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോരാട്ടം തുടരുകയാണ്. തീർച്ചയായിട്ടും. അത് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം അതിനകത്തുണ്ട്. അതായത് ഞങ്ങളുടെ പോരാട്ടത്തിൽ ഈ 2000 സ്കീം കേസ് മസൂനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സുപ്രീം കോടതി സ്കീം കേസ് ഈ പറയുന്ന ഏത് കമ്പനിയാണെന്ന് 2019 ഈ OS 77, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡിൻ കേസ്, ഈ ഡിന്നും അയോഗ്യതയുള്ള കേസ്, മഹേശൻ KK മഹേശൻ്റെ അത് ഞാൻ ചോദിക്കാൻ വരികയാണ്. അതെന്തായി? അതിപ്പോൾ എവിടെ കിടക്കുന്നത്? അത് KK മഹേശൻ കേസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല. സർക്കാർ അട്ടല്ലൂരി എങ്ങാണ്ട് നിയമിച്ചല്ല, അട്ടല്ലൂരെ നിയമിച്ച് ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. അങ്ങനെ ആ പെറ്റീഷൻ അത് അനുവദിച്ച് അങ്ങനെയാണ് FIR ഇടുന്നത്. അപ്പോൾ അതിൽ നടേശൻ പ്രതിയാണോ? നടേശനും വെള്ളാപ്പള്ളി നടേശനും മകനും അശോകനും മാനേജർ അശോകനും പ്രതിയാണ്. ഈ 3 പേരും ഇവരെ മൊഴി എടുത്തിട്ടില്ല ഇതുവരെ. അവരെ പറ്റി ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കും ഇല്ല. അതിനകത്ത് അന്ന് ഈ അവിടെ നിന്നും കണ്ടെടുത്ത ഒത്തിരി സാധനങ്ങളുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല, ഒത്തിരി രേഖകളുണ്ട്. ആ രേഖകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഒരു ഏറ്റവും 40-50 വർഷം ഇവരെല്ലാം അകത്ത് കിടക്കണം, വെള്ളാപ്പള്ളി നടേശൻ. കാരണം എന്താ അറിയോ, ഇത് മോഷണത്തിൻ്റെയും കള്ളപ്പണം എടുപ്പിച്ചതിൻ്റെയും ഒക്കെ രേഖ അതിനകത്തുണ്ട്. അല്ലെ, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സന്തത സഹചാരിയായിരുന്നു KK മഹേഷ്. അതെ. അപ്പം അവസാനം അയാളെ പോലും ഇദ്ദേഹം വകവരുത്തി ഇതിനകത്ത് കൊടുത്തു കളഞ്ഞു, കുടുക്കിക്കളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കൊന്നു കെട്ടി തൂക്കിയതെന്ന് പറയുന്നുണ്ടോ? ഈ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തെ എനിക്ക് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾ തമ്മിൽ സാമ്പത്തിക തർക്കവുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാശ്വതാനന്ദ സ്വാമി, ഞാൻ ഈ സംഘടനയുമായിട്ട് SNDP ശാഖയുടെ പ്രവർത്തകരായിരുന്നൊക്കെ ശാശ്വതാനന്ദ സ്വാമിയായിട്ട് ഞാൻ നല്ല അടുപ്പമായിരുന്നു. എൻ്റെ അടുപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ വഴിയുള്ള അടുപ്പമാണ്. അങ്ങനെയാണ് ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ 96 ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായിട്ടിരുന്നു. ഒരു കൊല്ലം ഞാൻ ഇരുന്നുള്ളൂ. 97 ഞാൻ SNDP യോഗത്തിൻ്റെ ബോർഡിലേക്ക് മത്സരിക്കുന്നു. എനിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി നിർത്തി. കാരണം ഞാൻ
വന്ന സാഹചര്യവും സ്വാമിയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇതിനകത്ത് കയറ്റത്തില്ല. അങ്ങനെ ചെയ്താ, ഓക്കേ. അങ്ങനെ ഇതിനൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലത്. അതെ. സ്വാമിയുടെ ഒരുത്തനും ഇതിനകത്ത് വേണ്ട എന്ന് അന്നേ തീരുമാനിച്ചു. ഓ, അങ്ങനെ എനിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി നിർത്തി. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജയിച്ചു. ഞാൻ മത്സരിച്ച് ജയിച്ചു. നിങ്ങളുടെ അടൂർക്കാരനാണ് ഞാൻ. അത് ശരി. ഈ അടൂർ യൂണിയനിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ അത് ശാസ്താംകോട്ട സ്പ്ലിറ്റ് ചെയ്ത ശാസ്താംകോട്ട പോയതാണ്. ഞാൻ ജയിച്ചതിന് ശേഷം പിന്നീട് എന്നെ കയറ്റത്തില്ലല്ലോ. അതെ. അവിടുത്തെ 2-3 പ്രാവശ്യം അന്ന് ശാശ്വത സ്വാമി ഉള്ളത് നമ്മളെ അങ്ങോട്ട് കയറ്റിയല്ല. അവിടെ പോവും. ആ, അന്ന് സത്യപ്രജ്ഞ എസ് കോളേജ് വനിതാ കോളേജ് വെച്ചാൽ ഇപ്പോൾ സത്യപ്രജ്ഞ ഇപ്പോൾ നമ്മുടെ പിന്നെ ഇദ്ദേഹമുണ്ട്, സത്യം സാറുണ്ട്, എൻ്റെ ഗുരുനാഥനാണ്. പഴയ യോഗം പ്രസിഡന്റ്. യോഗം പ്രസിഡന്റ് അല്ല, പ്രൊഫസർ സത്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒറ്റ സെക്രട്ടറി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ അന്ന് സത്യം സാർ എന്നൊക്കെ പറഞ്ഞ് എടേ നീ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് തൊഴുതിട്ടൊക്കെ പോകണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഗുരുവിനെ അല്ലാതെ ഞാൻ തൊഴുത്തില്ല. എല്ലാവരും പോയി ഇദ്ദേഹത്തിൻ്റെ കാലേ തൊട്ട് തൊഴും. ഞാൻ ചെന്ന് ഗുരുദേവൻ്റെ പടമുണ്ട്, ഗുരുദേവൻ തൊഴുതിട്ട് ഞാൻ പോയി സത്യം പറഞ്ഞ് തിരിച്ചു വന്നു. സാർ അവിടെ നിന്നിട്ട് ചിരിച്ചിട്ട് തിരിച്ചിറങ്ങി, നീ കാണിച്ച മോശമായിപ്പോയി എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ എനിക്ക് ഇദ്ദേഹത്തിനെ പറ്റി പിന്നെ മനസ്സിലായി. അത് മാമൻ പറഞ്ഞ് എന്നോടൊക്കെ പറഞ്ഞ് എടാ നീ ചെയ്തത് തെറ്റാ, ഒരിക്കലും അയാളുടെ കൂടെ പോകരുത്. കാര്യം വെച്ചപ്പോൾ എന്നെ ചേർത്തലയിലുള്ള കുറേ വീടുകളിൽ കൊണ്ടുപോയി. വീട് കൊണ്ടുപോയിട്ട് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ എന്നെ പഠിപ്പിച്ചു. പുള്ളി പറഞ്ഞില്ല ആ വീടുകളെ കൊണ്ട് പറയിപ്പിച്ചു. അവർ പറഞ്ഞു ഈ സാക്ഷ്യം ഈ ഇങ്ങനെ ആരായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലായി ഇനി വേണ്ട, ഇനി ഇത് പോകണം. അങ്ങനെയാണ് 2016 അവസരങ്ങൾ ഒത്തു വന്നപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങുന്നത്. അതുവരെ ഞാൻ മിണ്ടാതെ എൻ്റെ പ്രൊഫഷനൊക്കെ നോക്കി ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്നു. ഇപ്പം ഈ 2016 വരെ വെള്ളാപ്പള്ളി അയോഗ്യനല്ല എന്നൊരു പരാമർശം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ 2016 വരെ, അതുവരെ കണക്ക് കൃത്യമായിട്ട് അത് തെറ്റായ അവർ പറഞ്ഞത്. ശ്രീധന്യ ആരായിരുന്നു അത്? ശ്രീധന്യ IAS അല്ല, അത് ശ്രീധന്യ IAS എഴുതിയേക്കുന്നത് അവരെഴുതിയത്. അതിനകത്ത് അത് തെറ്റായ ഒരു ഓർഡറാണ്. അതാണ് കോഷ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഈ ഇതിനകത്ത് കോഷ് ചെയ്തു. അത് 2014 മുതൽ 17 വരെയുള്ള ഒരു ക്വാർട്ടർ, ഒരു പിന്നെ കമ്പാർട്ട്മെൻറ്റും 17 മുതൽ 20 വരെയുള്ള കമ്പാർട്ട്മെൻറ്റ് 2 കമ്പാർട്ട്മെൻറ്റ് പോയി. അപ്പോൾ അവർ ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ഈ നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് 92 സെക്ഷൻ, ഇത് പ്രകാരം ഈ 2 സെക്ഷൻ പ്രകാരം ഭാരവാഹികളെ അയോഗ്യരാകും. അത്രയേ ഉള്ളൂ. മൊത്തം ബോർഡ് മെമ്പർമാർ അയോഗ്യത ആയത് എങ്ങനെ അറിയോ? ഡിന്ന് വന്നപ്പോൾ 107 എണ്ണം പുറത്തു പോയി. 107 എണ്ണം. ഇതിൻ്റെ അപകടം എന്താ അറിയോ? ഈ പറയുന്ന ഭാരവാഹികളും ഈ പറയുന്ന ബോർഡ് മെമ്പർമാരും അവരുടെ സ്വന്തം കമ്പനികളുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല. പെറ്റീഷൻ അങ്ങോട്ട് അയച്ചാൽ മതി. ഇതിനകത്ത് കുറച്ച് പേർക്ക് കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ആ കമ്പനിയുള്ള ആൾ ഈ ഇരിക്കുന്ന ആൾ എൻ്റെ വീട്ടിലായിട്ട് പിന്നെ പ്രതിഷേധ മാർച്ചായിട്ട് വന്ന, പ്രതിഷേധമല്ല, അവിടെ മുദ്രാവാക്യം വിളിച്ചതാ. ഇന്ന് മൊഴിയെടുക്കാൻ പോയിട്ടുണ്ട്. ഭാര്യയും മകളോട് മൊഴിയെടുക്കാൻ പോയിരിക്കും ആ കേസിന്. അവർ വിളിച്ചില്ല. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെച്ച് തട്ടിക്കളയുന്നു. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇതിനെ വിധിയും വന്നേ. അതെ, എൻ്റെ വീട്ടിൽ വന്നിട്ട് റീത്ത് വെച്ച് പറഞ്ഞ വാക്കെന്തറിയോ? 2 അഭിഭാഷകരുണ്ടായിരുന്നു അതിനകത്ത്. അവരുടെ മുദ്രാവാക്യം വെള്ളാപ്പള്ളി നടേശനും മകനെതിരായി കേസ് കൊടുക്കുകയോ അവർക്കെതിരായിട്ട് വക്കാലത്തെടുക്കുകയോ ചെയ്താൽ കയ്യും കാലും വെട്ടി കൊന്നുകളയും. ആവേശമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നിട്ട് ഈ റീത്ത് വീട്ടിലോട്ട് എടുത്ത് അവരോട് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ വരേണ്ടവരാ ഈ ഗുണ്ടകൾ. അല്ല, അവർക്കിപ്പം ഈ വെള്ളാപ്പള്ളി നടേശനും മകനും 2 സൈഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇല്ലേ? ഉണ്ട്. 2 കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കൊടുക്കില്ലേ? പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ 10 വോട്ട് കിട്ടൂ? അതില്ല. പക്ഷേ ഇപ്പം എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കി ഒറ്റ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരായിക്കോട്ടെ, NDA പിന്നെ പ്രതികരിക്കുക, അതുപോട്ടെ, CPMകാരായിക്കോട്ടെ, ആരും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ നാക്കാണെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ പറയാനുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ പിണറായിയോ അങ്ങനെ ആരും ഇതിനെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ പരസ്യമായവരാരും പ്രതികരിച്ചിട്ടില്ല. എന്നെ വിളിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളമുണ്ട്. ഇതുപോലെ തന്നെ ഈ കേസ് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട PP വാസുവിനെയും ND പ്രേമേന്ദ്രനെയും ഒക്കെ വിളിച്ച ധാരാളം രാഷ്ട്രീയ നേതാക്കളുണ്ട്. അത് എന്താ പറയുക, അഭിനന്ദനമാണ്. കാരണം ഇവർ പുറത്ത് പറയത്തില്ല, പരസ്യമായിട്ട് അഭിനന്ദിക്കാൻ വേണ്ടി. പരസ്യമായിട്ട് പറയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലുള്ള കാര്യം വോട്ട് കിട്ടത്തില്ലേ? വോട്ടിനല്ലേ? ജനറൽ സെക്രട്ടറി അല്ലേ? ഇതിനു മുമ്പ് പറഞ്ഞ് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളിനെ ആദരിക്കണം, അങ്ങനെയല്ലേ പോകുന്നത്? ഇപ്പം ജനറൽ സെക്രട്ടറി അല്ലല്ലോ. അല്ല. അതെന്താ? ഇപ്പം വെള്ളാപ്പള്ളി നടേശന് ഇപ്പം പദവിയൊന്നുമില്ല. SN ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. SN ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്, ചെയർമാൻ അല്ല സെക്രട്ടറി. അതും പോവും. അതിപ്പം ഇവർ പിന്നെ പുതിയ ബോർഡ് വന്നാൽ അങ്ങനെയല്ല.
ഈ SNDP യോഗത്തിൻ്റെ ബോർഡും അതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ അത് പോകാനുള്ള കാരണം പണ്ട് 98 ഇദ്ദേഹത്തിനെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നു, പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു സമ്പന്നനാന്നൊക്കെ പറയുന്നു. അങ്ങനെ 98 കേവലം 68 ലക്ഷം രൂപ ഇതിൽ അടിച്ചുകൊണ്ട് പോയ ആളാണ്. 68 ലക്ഷം രൂപ. കേസുണ്ടോ? പിന്നെ അതാ ജൂബിലി കേസ്. എസ് എൻ കോളേജിന്റെ ജൂബിലി, അതായത് എസ് എൻ കോളേജ് ജൂബിലി നടത്തുമ്പോൾ അന്ന് വാജ്പേയിയെ കൊണ്ടുവന്നു വാജ്പേയിയെ കാണിച്ച് ഫോട്ടോ കാണിച്ച് പിരിച്ച് ആ പിരിച്ച പൈസ അടിച്ചുകൊണ്ട് പോയാൽ എന്തോ പറയുന്നത്. അവർക്ക് വേണ്ടി ഈ കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഗതികേടാണ്. അതുപോലെ ഈയിടെ എന്തായാലും നമ്മുടെ SN ജപ്തി വന്നില്ലേ, ആസ്ഥാനം ജപ്തി ചെയ്ത് അത് മൈക്രോ ഫിനാൻസിന്റെ അത് പട്ടികജാതി പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ ഇപ്പം ഒരു ആനുകൂല്യവും ഇല്ല. 2016 മുതൽ ഒരു ആനുകൂല്യം ഇല്ല. ഒരു ശ്രീനാരായണീയന് കിട്ടുമോ? ശ്രീനാരായണീയർ പ്രത്യേകം വ്യക്തിക്ക് കൊടുത്താൽ കിട്ടും. SNDP ഇസ് എ നോഡൽ ഏജൻസി ഓഫ് ദാറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ്. അത് നടത്തുകയായിരുന്നു ഈ മൈക്രോ ഫിനാൻസ്. ഇത് പക്ഷേ NSS കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. NSS അവരുടേതായി നടത്തുന്നുണ്ട്. ഈ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന 3% പലിശയാണ്. ഈ 3% പലിശയ്ക്ക് കിട്ടിയ പണം അത് കൊടുത്തത് മുഴുവൻ കൊടുത്തത്, മൊത്തം പൈസയും കൊടുത്തത് മുതലാളിമാർക്ക്, അതായത് പുള്ളിയുടെ പാർശ്വവർത്തികൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് കിട്ടി 18%, 20%, 26% എനിക്ക് ഇനി തരണം. അപ്പോൾ 3% അടയ്ക്കും, ബാക്കി 21% പുള്ളിയുടെ വിഹിതം. ഇത് ഞാൻ എൻ്റെ റാന്നി അറിയാമല്ലോ, അറിയാം. റാന്നിയിലുള്ള 4 ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങളുടെ ഇരിപ്പുണ്ട് കുറച്ച് ഗ്രൂപ്പുണ്ട്. ഗുരുവരം ഗ്രൂപ്പ്, ചെമ്പഴന്തി ഗ്രൂപ്പ്, ഇങ്ങനെ കുറേ ഗ്രൂപ്പുണ്ട്. കുറച്ച് സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിക്ക് എഴുതും ഗുരുവരം ഗ്രൂപ്പ്, വാസന്തി, ഹേമലത, ഇങ്ങനെയൊക്കെ എഴുതും. എന്നിട്ട് റാന്നി യൂണിയൻ, ഇത് സാധനം തന്നെയാണ്. അത് ചേർത്തലേ ഉള്ളത്. ഇതേ വാസന്തി, ഇതേ ഹേമലതയും ഇതേ ഫോട്ടോയാണ്. പക്ഷെ അതിനകത്ത് ചേർത്തലേന്ന് മാത്രം മാറ്റും. അല്ല, 1-2 ഒറിജിനൽ അഡ്രസ്സുകാരും ഉണ്ടല്ലോ, അവർക്കെല്ലാം ജപ്തിക്ക് നോട്ടീസ് ചെയ്യുന്നില്ലേ? അടൂരി എന്നു, ചെങ്ങന്നൂരി എന്നു, എല്ലായിടത്തും ചെന്നു. അപ്പൊ അന്ന് ഈ യൂണിയന്റെ തലപ്പത്തിരുന്ന യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം ഇപ്പൊ കുടുങ്ങിയിട്ടുണ്ട് അല്ലേ? അന്നത്തെ യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാം കുടുങ്ങാനുള്ള യഥാർത്ഥത്തിൽ അവർ പാവത്തങ്ങളാണ്. ഞാൻ പറയുന്നത് എങ്ങനെ കാശ് മുഴുവൻ ഉദ്യോഗമുണ്ട്. എൻ്റെ കാരണം അവരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരോട് പറഞ്ഞ്, നീയൊക്കെ കോളേജ് തുടങ്ങി, നീ കോളേജ് സ്വാശ്രയ കോളേജ് തുടങ്ങുമെന്ന് പറഞ്ഞു. പാവപ്പെട്ടവന്മാരെല്ലാം കൂടെ തുടങ്ങി. അറിയാവുന്നവർ തുടങ്ങിയില്ല. അപ്പോൾ തിരുവല്ല അവിടെ വയലെല്ലാം കൂടെ വാങ്ങിച്ച് നികത്തി. അതിന് വയൽ ഈ പറയുന്ന ഇതുണ്ടല്ലോ, നെൽവയൽ ആ നിയമപ്രകാരം അവർക്ക് ഈ കെട്ടിടത്തിന് നമ്പർ കിട്ടില്ല. നടന്നോ? ഇല്ല. റാന്നി ഏത് കാട് പിടിച്ച് കിടക്കുന്നു? സീതത്തോട്ടില്ല. അങ്ങനെ മെഴുവേൽ അത് പൂട്ടി. ഇപ്പം ഈ വർഷം ട്രസ്റ്റിന്റെ. ഇപ്പം ഈ പറയുന്ന യോഗം നടത്തിയ ഒരിടവ് ഒഴിച്ച് 1-2 തൊടുപുഴ പൂട്ടി, പിന്നെ പാലാ പൂട്ടി. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ വേറെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ലേ? ഇങ്ങനെ ഈ പറയുന്ന ഇദ്ദേഹം ഒരുപാട് കോളേജ് ഉണ്ടാക്കിയെന്ന് പറയുന്നത് മുഴുവൻ പൂട്ടിയിട്ടേക്കുക. പിന്നെ SN ട്രസ്റ്റിൻ്റെ കോളേജുകളോട് ചേർന്ന് അവിടെ ഒരു ബിൽഡിങ് കെട്ടി അവിടെ തുടങ്ങിയ 8-9 എണ്ണം തുടങ്ങി. അതിൽ 2 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നിർത്തി. വലിയ നഷ്ടത്തിലാണ്. ട്രസ്റ്റിൻ്റെ കാശെടുത്താണ് കൊടുക്കുന്നത്. എൻ്റെ ഇരിപ്പുണ്ട്, കണക്ക് ഞാൻ തരാം. അതുപോലെ ഇപ്പം എത്ര 80 ലക്ഷം എത്ര ഇപ്പം അധ്യാപക നിയമനത്തിന് ഇപ്പം മേടിക്കുന്നത്? 80 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. ഈ പൈസയൊക്കെ എങ്ങോട്ടാണ്? ഈ പൈസ പോകുന്നത് 2 ബാറിൽ നിന്നും 98-ലെ 2 ബാറിൽ നിന്നും 2 ഡസൻ ബാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പൈസ ആണ്. അല്ലാതെ SN ട്രസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഇവർ പറയുന്ന SN ട്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നു. നമുക്ക് ഒരറ്റം മുതൽ ഇനി ചെമ്പഴന്തി മുതൽ അങ്ങ് കണ്ണൂർ വരെ ഒന്ന് സഞ്ചരിക്കാം. വെള്ളാപ്പള്ളി നടേശൻ്റെ ആളോടും വരട്ടെ, ഞങ്ങളോടൊപ്പം. എനിക്കറിയാം, നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ. ഏത് സ്കൂളിലും ഏത് കോളേജിലും എന്ത് ഡെവലപ്മെൻറ്റാണ് നടന്നത്? ഒന്നും നടക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ നിയമനത്തിൻ്റെ രേഖ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 4,000 കോടി രൂപ 3,000-4,000 കോടി രൂപ നിയമനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അഡ്മിഷൻ്റെ പേരെയൊക്കെ ഉണ്ട്. ഇതിനൊന്നും പിന്നെ തെളിവില്ലല്ലോ, രസീതില്ലല്ലോ. ഞാൻ ഇന്നലെ ഒരാളെന്നൊക്കെ പറഞ്ഞ് 15 ലക്ഷമോ 20 ലക്ഷമോ ഏതാണ്ട് കൊടുത്ത് രസീത് 1 രൂപയ്ക്ക്. 1 രൂപ രസീത് കൊടുത്ത്. ഒരാൾ ഇന്നലെ എന്നെ പറഞ്ഞു. അത് ഞാൻ പറയും 1 രൂപയുടെ കിട്ടിയല്ലോ. അതെ, 1 രൂപയുടെ രസീത് അതങ്ങ് പോട്ടെ. നമ്മളിപ്പോൾ പറയുന്നല്ലോ, ഇപ്പം 80 ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ലിക്വിഡ് ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നത്? ലിക്വിഡ് ക്യാഷ്, ഒരിക്കലും ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ ഇപ്പം നമ്മുടെ നിലവിലുള്ള രാജ്യത്തെ നിയമം അനുസരിച്ച് 2 ലക്ഷം രൂപയെ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അത് കയ്യിൽ വയ്ക്കാനും പറ്റില്ല. എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും പറ്റില്ല. ഈ 80 ലക്ഷം രൂപ ഇവർ ചാക്കിനകത്ത് കെട്ടി ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ റെയ്ഡും ഇല്ല, ഒന്നുമില്ല, ED യും ഇല്ല, ഒന്നും.
അവിടെ ഇഡിക്ക് ഞങ്ങൾ പരാതി കൊടുത്തു, ഇൻകം ടാക്സിന് ഞങ്ങൾ പരാതി കൊടുത്തു, എൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ഇതുവരെ ഇനി നീ വീണ്ടും കൊടുക്കുക. 2019 വലിയ ഒരുപാട് നിയമനം നടന്നു. ആ നിയമനം നടന്ന സമയത്താണ് ഇടുക്കിയിൽ തുഷാറിൻ്റെ പേരിൽ, തുഷാറിൻ്റെ മോൻ്റെ പേരിൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ പേരിൽ ഏതാണ്ട് 60 കോടി രൂപയുടെ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രേഖയിരിപ്പുണ്ട്. അല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത്, ഈ നിയമിക്കുന്നവർക്കല്ലേ ഇയാൾ പൈസ മേടിച്ച് ഇദ്ദേഹത്തിൻ്റെ കൈവശം വെക്കുന്നു. ഇതിനെല്ലാം സർക്കാർ വേണ്ടേ പൈസ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ? ഇപ്പോൾ ഏറ്റവും വലിയ ദ്രോഹം, അതായത് അത് ഞാൻ വിജിലൻസ് പരാതി കൊടുക്കാൻ പോകും. എന്നെ എന്ത് വേണം ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ 89 നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുത്തു എസ് എൻ ട്രസ്റ്റിൽ. എസ് എൻ ട്രസ്റ്റിനെ സംബന്ധിച്ച് അത് പൂർണ്ണമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതായത് ഈ സ്റ്റാഫ് പാറ്റേണും വിദ്യാർത്ഥികളുടെ അനുവാദവും അതുപോലെ കോഴ്സുകളുടെ അനുവാദവും എടുത്താൽ ഒരു കാരണവശാലും അവിടെ ഒരു നിയമനത്തിനും അർഹതയില്ല. ഇത് മുഴുവൻ നിയമവിരുദ്ധമാണ്. അതിന് ചെയ്തൊരു പരിപാടി, ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അദാലത്ത് നടത്തി. എനിക്ക് ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു അദാലത്ത്, ഇലക്ഷന് മുന്നോടിയായിട്ടാണ്. അദാലത്ത് നടത്തിയിട്ട് അപ്പോൾ എസ് എൻ ട്രസ്റ്റിന് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല, ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് NSSനെ കൊണ്ട് വിളിച്ച്, എന്നിട്ട് MESനെ കൊണ്ട് വിളിച്ച്, ഇവരെല്ലാം കൂടെ വിളിച്ചിട്ട് അദാലത്ത് നടത്തിയിട്ട് അവർക്ക് പിന്നെ എന്തോ ആയെന്ന് അറിഞ്ഞൂടാ. ഇവർക്ക് സെക്കൻഡ് അദാലത്ത് ഈ കഴിഞ്ഞ മാസം നടത്തി. എനിക്ക് നടത്തിയിട്ട് അനുവാദം കൊടുത്തിരിക്കുന്നത്, അനുവാദം കൊടുത്തിരിക്കുക. ഇതിൻ്റെ പിന്നിൽ അഴിമതി എത്ര? 89 നിയമനങ്ങൾക്ക് 89 കോടി രൂപ വാങ്ങുന്നേ. ഈ 89 കോടി രൂപ വാങ്ങിയിട്ട് ആർക്ക് പോകുന്നു ഈ പണം? ഇത് എവിടെ പോകുന്നു ഈ പണം? ഇത് യഥാർത്ഥ നിയമനത്തിനുള്ള സാധ്യത ഉണ്ടോ? ഞങ്ങളത് അന്വേഷിക്കാൻ പറയും. തീർച്ചയായും ഞങ്ങൾക്ക് സെങ്കോളയിൽ നിൽക്കണം. ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഈ നിയമനങ്ങളും കാര്യങ്ങളും നടത്തുന്നതിന് ഞങ്ങളെതിരല്ല, പക്ഷേ നടത്തുമ്പോൾ സുതാര്യമായിരിക്കണം. അദ്ദേഹം പറയുന്നല്ലോ, മലപ്പുറത്ത് പോയി പ്രസംഗിച്ച് അവിടെ എല്ലാം മുസ്ലിംകളെ കൊടുത്തിരുന്നു. അതെ ഇല്ലേ? അതെ. എസ് എൻ കോളേജുകളുടെ 96 മുതലുള്ള നിയമനങ്ങളുടെ ജാതി തിരിച്ചുള്ള പട്ടിക ഒന്ന് പ്രസിദ്ധീകരിക്കട്ടെ. എത്ര ഈഴവരുണ്ടെന്ന് അറിയട്ടെ. ഇല്ലേ? ആ ഈഴവരിൽ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കണ്ണീരും ഒരു രഹസ്യമായ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അവരുടെ കണ്ണീരുകൾ കാണും. അത് ഇപ്പം തന്നെ നമുക്കറിയാം, ഈ സ്കൂളുകളുണ്ടല്ലോ, സ്കൂളുകൾക്കൊന്നും അടിസ്ഥാന സൗകര്യം ഇല്ല. അവിടെ സ്കൂൾ ബസ് മേടിക്കണമെങ്കിൽ ഈ കാശ് കൊടുത്ത് കയറിയ അധ്യാപകരുടെ ശമ്പളത്തെ എന്ന് പിടിച്ചാണ് സ്കൂൾ ബസ്സുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് അല്ലേ? അതായത് അവരാദ്യം ഇപ്പം ഈ ഒരു 40 ലക്ഷം കൊടുത്ത് കയറിയവരും 80 ലക്ഷം കൊടുത്ത് കയറുന്ന ഇവരെല്ലാം ഏതെങ്കിലും സ്കൂളിൽ ബസ് വേണമെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ്, എന്നോട് പല ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പറയുന്ന ഡയലോഗ്, വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോണ്ട് ഞാൻ 5 പൈസ തരത്തില്ല. ഇതിനകത്ത് എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ അടുത്താണ് നീരാവിൽ സ്കൂൾ, SNDP. അപ്പോൾ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിനെ എല്ലാം കൂടെ അവിടെ എല്ലാം തട്ടിപ്പാട് അവരെല്ലാം കൂടെ വിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി കണ്ട്, വീട്ടിലാണോ ക്യാമ്പ് ഹൗസിലാണോ കണ്ടു. പിന്നെ അവിടെ ഈ ലാറ്റിന് മറ്റ് സൗകര്യങ്ങൾ പറയാൻ പോയാ അതിനൊക്കെ ചെയ്യണമെന്ന്. അത്യാവശ്യ കാര്യമല്ലേ? ഇതെല്ലാം വേണം നമുക്ക്, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം, നമുക്ക് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. എത്ര രൂപയുണ്ട് ശമ്പളം? അടുത്ത ചോദ്യം. അത് ഇത്രയും ശമ്പളം. നിങ്ങളെല്ലാം കൂടെ ഒരു 10,000 രൂപ ഇത് എടുത്ത് നിങ്ങൾ അത് ചെയ്തു, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. ഇതൊക്കെ എന്ത് നോക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്നതല്ലേ, നിങ്ങൾ എടുത്തോ. അവർ ഇങ്ങോട്ട് ആദ്യം ഇട്ടത് പറയുന്നില്ലേ. ഇപ്പൊ എന്തായാലും ശരി, നമ്മൾ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ്. തീർച്ചയായും അങ്ങേ അറ്റം വരെ നമ്മൾ പോവും, ഇദ്ദേഹത്തെ താഴെ ഇറക്കുന്ന വരെ. ഇതായത് SNDP യോഗത്തിന്റെ ശുദ്ധികലശമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം, SNDP സംരക്ഷണ സമിതിയുടെ മുദ്രാവാക്യം SNDP യോഗത്തെ ഗുരുവിലേക്കും ഗുരുദർശനത്തിലേക്കും എത്തിക്കുക എന്നുള്ളത്. 2, ഈ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭൗതികമായ മുന്നേറ്റത്തിന് ഉതകുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന തിഷണാശാലികളായ നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ശിവഗിരിയിലെ ഒരു സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ചാനലുകാർ ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ അതിനു മുമ്പ് ഋതംബരായ സ്വാമിയോട് ചോദിച്ചു, സ്വാമിജി കോളേജിന് എത്ര സ്ഥലമുണ്ട്? 1 മിനിറ്റ് ഞാൻ ഒന്ന് പറയാം. എത്ര സ്ഥലമുണ്ട്? 30 ഏക്കർ. സ്കൂളിനോ അതിനോടനുബന്ധിച്ച് അത് 22 ഏക്കർ. അതിനിപ്പുറത്ത് അത് 20 ഏക്കർ. ഇപ്പോൾ 70 ഏക്കറായി. ഇത്രയും സ്ഥലത്തിനകത്തുനിന്ന് നമുക്ക് ഈ ഗുരു അറിവാണ്, ഗുരു പറഞ്ഞ നാം അറിവാണ്, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി സ്വതന്ത്രരാകാനാണ് ഗുരു പറഞ്ഞത്. നമുക്ക് വേണ്ടുന്ന എന്താ? ഗുരുവിന് കൊടുക്കാൻ കൊണ്ടുന്ന ഏറ്റവും വലിയ ആദരം എന്താ? ആ അറിവിനെ ലോകത്ത് മൊത്തം പരിചയപ്പെടുത്തുക, ഗുരുവിൻ്റെ ദർശനത്തെ പരിചയപ്പെടുത്തുക. അതിന് നമുക്കിവിടെ വേണ്ടത് ഒരു വിശ്വമഹാവിദ്യാലയമല്ലേ? അതിനൊരു 100-100 ഏക്കർ സ്ഥലത്ത് ആ വിശ്വമഹാവിദ്യാലയം ഉണ്ടാക്കാൻ നമുക്ക് പര്യാപ്തമായ സ്ഥലമുണ്ടല്ലോ. ബാക്കി തരാൻ
ശ്രീനാരായണീയരുണ്ട്, അതെ, ഗവൺമെൻറ്റുകൾ തരും, ശരിയാ. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്താൽ മതി. അതെന്തുകൊണ്ട് നമുക്ക് ആലോചിച്ചുകൂടാ? ഒരു കോളേജിന് ഇപ്പോൾ 5 ഏക്കർ മതി. ആ കോളേജിന് 5 ഏക്കർ മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്താൽ പോരെ? ഇതേപോലുള്ള പദ്ധതികൾ ഓരോ സ്ഥലങ്ങളിലും ചെയ്യാം. ഇപ്പോൾ അയാൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ശിവഗിരിയുടെ ഇത് കുറച്ചു, ശിവഗിരിക്കുടെ പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയ തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കാൻ പോയിരിക്കുക. എവിടെയാണെന്നറിയോ? ഈ പിന്നെ കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രം കേന്ദ്രമാക്കി. വെള്ളാപ്പള്ളി നടേശൻ എത്ര പ്രാവശ്യം ശിവഗിരി വന്നിട്ടുണ്ട്? അല്ല, ഇന്നിപ്പം പുള്ളി ഇദ്ദേഹത്തിനെതിരെ, സച്ചിദാനന്ദ സ്വാമിക്കെതിരെ എന്ന് പറഞ്ഞു. എത്ര വൃത്തികേടാ. കാരണം ഈ ബിഷപ്പുമാർ, പാണക്കാട് തങ്ങൾ, ഇവരിൽ എല്ലാ സമുദായക്കാരും അവരുടേതായ രാഷ്ട്രീയ അധികാരം വേണമെന്നാണ് പറയുന്നത്. ആ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇന്ന് ശബ്ദിക്കാൻ നമുക്ക് ആരാ ഉള്ളത്? അവിടെ ശബ്ദിക്കാൻ ശിവഗിരി മഠത്തിൽ ജാതിഭേദമൊക്കെയാണ് പറയുന്നതെങ്കിലും ശിവഗിരി മഠം ഗുരുവിൻ്റെ എല്ലാ വചനങ്ങളും എടുത്ത് നോക്കിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലവന്ന ഒരാളാണ് ഗുരു. ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരുടെ അധികാരത്തിന് വേണ്ടി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞപ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് സച്ചിദാനന്ദ സ്വാമിയെ പറ്റി പറഞ്ഞത്. അത് ഇതിലൊരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളിക്ക് ബദലായി സച്ചിദാനന്ദ സ്വാമി കയറുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഒന്നാമത് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പോയി, ഇനിയും ഇദ്ദേഹം കയറി വരുമോ എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കാര്യമുണ്ട്. ഈ 30 വർഷക്കാലം കൊണ്ട് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കണിച്ചുകുളങ്ങര ആ റോഡ് വലിയ തിരക്കാണ്. അതായിരുന്നു അവിടെ ആയിരുന്നു. ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ലേ, അതിൻ്റെ പത്മഭൂഷൺ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പട്ടി പോലും, അവിടെ ഒരു പട്ടിയെ പോലും കാണുന്നു. അപ്പോൾ എന്തായാലും വലിയ ഒരു പോരാട്ടമാണ്. SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് ശ്രീനാരായണ സംരക്ഷണ സമിതി, SNDP സംരക്ഷണ സമിതി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളാണ് അഡ്വക്കേറ്റ് ചന്ദ്രസേന സാറ്. എന്തായാലും ആ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ നീക്കിയ വിധിക്കെതിരെയും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ നീക്കിയ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വസ്തുതകളാണ് അദ്ദേഹം നമ്മളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നന്ദി.